തമാശ കളിക്കുക. കാഞ്ചനയുടെ ആക്സിഡന്റ് കഴിഞ്ഞ് സ്പോട്ടിലെ മരിച്ചുപോയിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പറയുന്നു. നിങ്ങളിവിടെ വന്ന് അവള് ജീവനോടെ ഉണ്ട്, ഫോൺ ചെയ്യുന്നു എന്നൊക്കെ പഴങ്കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. മരിച്ചുപോയ ആൾക്കാരെങ്ങനെയാ ഫോൺ ചെയ്യുന്നത്? ചാരത്തിൽ നിന്ന് എണീറ്റ് വരാൻ അവളെന്താ ഫീനിക്സ് പക്ഷിയാണോ? എടോ പോലീസേ, എന്റെ മകനെ കൊന്നത് അവള് തന്നെയാ. ആ DSPയെ കൊന്ന് കെട്ടിത്തൂക്കിയതും അവള് തന്നെയാ. അടുത്ത ടാർജറ്റ് നീയാണെന്ന് അവള് തന്നെ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞതും. മതി, നിർത്ത്. ഗാങ് വാറിലാണ് നിന്റെ മകൻ മരിച്ചുപോയത്. DSP കെട്ടിത്തൂങ്ങിയാ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം പറയുന്നു. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് അവളാണ് കൊന്നതെന്ന് പറയുന്നു. നിങ്ങൾക്കെന്താ വട്ടാണോ? പോലീസേ, ഞാൻ പറയുന്നതാ സത്യം. ഞങ്ങൾക്ക് വേണ്ടത് തെളിവുകളാണ്. അവൾ ചെയ്ത കോളുതാ ഇതിനകത്തുണ്ട്. എന്നാ പിന്നെ കംപ്ലൈന്റ് കൊടുക്കാം, ഞങ്ങൾ എൻക്വയറി ചെയ്യാം. നിങ്ങൾ എന്ത് എൻക്വയറി ചെയ്യുന്ന? നിങ്ങൾ എൻക്വയറി ചെയ്യുന്നതിന് മുമ്പ് എന്റെ ജീവനങ്ങ് മുകളിലേക്ക് പോകും. ആദ്യം എനിക്ക് സെക്യൂരിറ്റി ഏർപ്പാടേ, വേഗം ഏർപ്പാടേ. സോറി, ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിലെ സെക്യൂരിറ്റിനെ കുറഞ്ഞിരിക്കുക. അപ്പോഴാ നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഇമ്പോസിബിൾ. എന്താടോ ശബ്ദം മുറുകുന്നേ? അപ്പൊ ഒരു VVIPയുടെ ജീവന് നിങ്ങൾക്ക് ഒരു വിലയും ഇല്ലല്ലേ? അതെന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ മേളിലേക്കൊന്ന് വിളിച്ചാ എനിക്കുള്ള സെക്യൂരിറ്റി നീയും തരും, നിന്റെ അപ്പനും തരും. ഹലോ, ഹോം മിനിസ്റ്റർ അല്ലേ? ഞാനാടോ അയ്യപ്പൻ. സുഖാണോ? മരണത്തെ കാത്തിരിക്കുന്നു. എന്തു പറ്റി? ആ കാഞ്ചന ഇതുവരെ മരിച്ചിട്ടില്ല, അവൾ ജീവനോടെ ഉണ്ട്. നിങ്ങൾ അവളെ കൊന്നൂന്നല്ലേ പറഞ്ഞത്? ശരി, ഞാൻ പറഞ്ഞതാ. ഇപ്പൊ അവള് ഫോൺ ചെയ്ത് എന്നെ കൊല്ലുമെന്ന് പറയുന്നു. സെക്യൂരിറ്റി തരാൻ പറഞ്ഞപ്പോ കമ്മീഷണർക്ക് പറ്റില്ലെന്ന് ഇയാള് തന്നെ വിളിച്ച് പറ. സോറി അയ്യപ്പൻ സാറേ, ഞാൻ നിങ്ങളെ സഹായിച്ചെന്ന് പറഞ്ഞ് CM എന്നോട് വളരെ ദേഷ്യത്തിലാണ്. എന്റെ ആഭ്യന്തരമന്ത്രി പദവി പോകുന്നുള്ള പേടിയിലാണ് ഞാൻ. ദേ അയ്യപ്പൻ സാറേ, വെറുതെ നിങ്ങളുടെ പ്രശ്നത്തിൽ എന്നെ വലിച്ചഴിക്കല്ലേ. എന്റെ നമ്പർ ഞാനിപ്പോ മാറ്റാൻ പോവാ. ദയവായി ഇനി എനിക്ക് ഫോൺ ചെയ്യരുത്, ഓക്കെ? അവസാന നിമിഷം കാലുവാരി പോവാണല്ലേ. എന്റെ കാശ് കൊണ്ട് ജയിച്ച് മന്ത്രിയായപ്പോ ഒരാവശ്യം വന്നപ്പോ എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. ഈ രാഷ്ട്രീയക്കാര് കള്ളന്മാര് ഒറ്റെണ്ണത്തിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാണിച്ചു തരാടോ. എന്റെ കാശോണ്ടല്ലോ വണ്ടി ഓടിക്കുന്നേ. ആ AC ഫുള്ളാക്കിയിട്. നമ്മൾ വിശ്വസിച്ചവരൊക്കെ ഇപ്പൊ നമ്മളെ കൈവിട്ടിരിക്കുക. ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം എന്റെ തലകേസെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അമ്മേ രുദ്രകാളി മാതേ, രക്ഷിക്കണേ. ആരാ ഈ ഫോണില്? എന്തായാലും അവളല്ല. ആരെയാടാ നിനക്ക് വേണ്ടത്? നിന്റെ കാലനാടാ. നീയോ? യെസ്. വീണ്ടും ആ നമ്പറിൽ നിന്നും വിളിച്ചാൽ നീ അറ്റൻഡ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്താടോ, സെക്യൂരിറ്റി കിട്ടിയില്ലേ? ഞാൻ നിന്നെ കൊല്ലാൻ വന്ന കാലനല്ലേടാ. നീ എന്തൊക്കെയാ ചെയ്യുന്നെന്ന് എനിക്കറിയാം. കാലൻ നീയല്ലടി, ഈ ഞാനാ. നീ കൊല ചെയ്യാൻ ഇപ്പോഴേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ജനിക്കുമ്പോ തന്നെ അമ്മയെ കൊന്നിട്ടാ വന്നിരിക്കുന്നേ. ആവശ്യമില്ലാതെ എന്നോട് കളിക്കാൻ നിക്കണ്ട കേട്ടോ. നീ കൊന്നു ജനിച്ചവനല്ലടാ, പക്ഷെ ഞാൻ മരിച്ച് പുനർജനിച്ചവളാണ്. എന്തിനാണെന്നറിയോ? നിന്നെ കൊല്ലാനായിട്ട്. നിന്റെ ചെവിക്ക് നന്നായിട്ട് നുള്ളിക്കോ. നിന്റെ ആയുസിനി മണിക്കൂറുകൾ മാത്രമാണെന്ന് ഓർത്തോ. നിന്റെ മരണം തടയാൻ നിന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും കഴിയില്ല. ടുമോറോ 6 o'clock I will kill you. അവസാനിച്ച എന്റെ കാര്യം എന്റെ അവസാന നിമിഷം വരെ അവള് പറഞ്ഞത്. ഹലോ ഹലോ നീലകണ്ഠ, എന്താ അണ്ണാ? ഏയ് കാഞ്ചന, ഞാൻ കൊലപാതകം ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് നീ ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ലടേ. പക്ഷെ നീ ഇന്ന് എന്റെ സമയം ഫിക്സ് ചെയ്യാൻ വന്നിരിക്കുന്നു. പക്ഷെ ഞാനിപ്പോ വന്നത് നിന്റെ സമയം കുറിക്കാനാ. ഏയ്, കംസൻ ഹിംസ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടില്ല. പക്ഷെ ആ കംസനെ നാമാവിശേഷം ചെയ്തതും അതേ കൃഷ്ണൻ തന്നെയാണ്. നിന്റെ കൂടെയുള്ള ശിങ്കിടികളൊക്കെ കൊന്നിട്ട് നിന്റെ സ്വന്തം മകനെ കാലിന് കൊടുത്തതിനു ശേഷവും ഇനിയും നിനക്ക് ബുദ്ധി വെച്ചില്ലെങ്കിൽ നീ ജനിച്ചത് തന്നെ എന്റെ കൈകൊണ്ട് മരിക്കാനാണ്. അതിന്റെ സമയം അടുത്തു കഴിഞ്ഞു. നിന്നെ അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. എന്നാൽ മരണം മരുന്ന് വാങ്ങി നീ തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ നരകത്തില്
നിനക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് റിസർവ് ആയി എന്ന അർത്ഥം. ഏയ്, സീറ്റ് റിസർവ് ആയിരിക്കുന്നത് എനിക്കല്ലടേ, നിനക്കാണ്. എന്നെ നരകത്തിലേക്ക് അയക്കാൻ വേണ്ടി നിന്നെ പോലെ 100 നരകാസുരന്മാര് വന്നാൽ പോലും കഴിയില്ലടാ. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിന്റെ അമ്മ നിന്നെ ഒറ്റത്തന്തിക്ക് ജനിപ്പിച്ചതാണെങ്കിൽ വന്ന് ഏറ്റുമുട്ടടാ. ഏയ്, ഇരുമ്പ് പോലെയുള്ള നിന്നെ ഉരുക്കാനായിട്ടൊരു വഴിയുണ്ട്. അത് നിനക്കറിയില്ലേ? കർണനെ കൊല്ലാനായിട്ട് ശ്രീകൃഷ്ണൻ അവന്റെ അമ്മയെ അയച്ചത്. ഇനി നിന്നെ കൊല്ലാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിനക്കറിയണ്ടേ? നീലകണ്ഠ, ഒരടി മുൻപോട്ട് വെച്ചാ നിന്റെ കൺമുമ്പിലിട്ട് ഇവനെ ഞാൻ കഴുത്തറക്കും. ഏയ് വേണ്ട, എന്റെ അനിയനൊന്ന് ചെയ്യരുത്. ഇതാണ് എനിക്ക് ആവശ്യം. എന്റെ മകനെ നീ കൊന്നില്ലേ? എന്റെ അനിയനെ എനിക്ക് കൊല്ലാൻ പാടില്ലെന്ന് പറയില്ല. എവിടെയാണ് ന്യായം? നീ ചാവാൻ തയ്യാറായിക്കോ. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ നീ. വേണ്ട വേണ്ട, അവനൊന്നും ചെയ്യരുത്, അവനെ കൊല്ലരുത്. നിനക്ക് ഞാനല്ലേ വേണ്ടത്. എന്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോ, അവനെ വിട്ടേക്ക്. അയ്യോ, കാക്കിയും ഇട്ട് അധികാരം കയ്യിലെടുത്ത് എല്ലാവരുടെ തലയ്ക്കും തോക്ക് ചൂണ്ടി നിന്നതല്ലേ? ഇപ്പൊ കണ്ടില്ലേ എന്റെ കാൽ കീഴിൽ എന്റെ ചെരുപ്പ് പോലെ കിടക്കുന്നേ? അന്നൊരിക്കൽ നീ മരിച്ചെന്ന് കരുതി എനിക്കൊരു തെറ്റുപറ്റി. ആ തെറ്റെന്തായാലും ഞാൻ ഇത്തവണ ആവർത്തിക്കില്ല. എടോ നീലകണ്ഠ, എന്നെ കൊല്ലൊന്നും പറഞ്ഞ് എനിക്ക് സമയം കുറിച്ചവളാ. ഈ അയ്യപ്പന്റെ പവർ എന്താണെന്ന് ഇപ്പൊ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നുന്നു. ചേച്ചി എഴുന്നേക്ക് ചേച്ചി, എഴുന്നേക്ക് ചേച്ചി. ചേച്ചിയില്ലാതെ എനിക്ക് ആരല്ല ചേച്ചി. എഴുന്നേക്ക് ചേച്ചി, ചേച്ചി എണീക്ക് ചേച്ചി. എന്താടാ നോക്കി നിൽക്കുന്നേ? ചെന്ന പറ്റുള്ള രണ്ടെണ്ണത്തിനെയും വെട്ടി കൊന്നുകളടാ. ചേച്ചി എഴുന്നേക്ക് ചേച്ചി, ചേച്ചി എഴുന്നേക്ക് ചേച്ചി. എനിക്ക് പേടിയാവുന്നു ചേച്ചി. എഴുന്നേക്ക് ചേച്ചി, ചേച്ചി എഴുന്നേക്ക് ചേച്ചി. ഒന്ന് ചേച്ചി, ചേച്ചി ഒന്ന് ചേച്ചി.